എന്നാ പണിയാണ് അവള് വെച്ചത്. അയൽവക്കത്തുള്ളവർ കേൾക്കും. അയൽവക്കത്തെ തമിഴിനിപ്പോ നല്ല ഉറക്കമായിരിക്കും. കൊച്ചിനാളിൽ അവന്റെ അമ്മയുണ്ടാക്കുന്ന പുളിസാദം ആയിരിക്കും അവനിപ്പോ സ്വപ്നം കണ്ടു നുണയുന്നത്. അവൻ എന്തെങ്കിലും സ്വപ്നം കണ്ടു നുണയായിട്ട് ഒരുത്തന്റെ ജീവിതം കോഞ്ഞാട്ടായ കഥ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ അലറിച്ചിരിക്കുന്നത്. നീ ഫോണിൽ കൂടെ ശൃംഗരിച്ചവളാരാ? നിന്റെ കെട്ടിയോടെ ഫ്രണ്ടാ? കാണാൻ കൊള്ളാവോ? ഓ, ശബ്ദത്തെ വീണുപോയതല്ലയോ? തുടക്കത്തിലെ ഈ കേസ് കെട്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ സ്കൂട്ടായനെ. ആ, ഒരുത്തന്റെ ജീവിതം തുലയ്ക്കാൻ ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാ അത് നടക്കും. മോശമല്ലാത്തൊരു ചീത്തപ്പേര് എനിക്കുണ്ടെന്ന് രേഖയ്ക്കും അറിയാം. പേരുദോഷത്തിന്റെ കാര്യത്തിൽ നീ റിച്ചാന്നാ നാട്ടി സംസാരം. അമ്മച്ചി, നിങ്ങൾ എന്റെ കൂടാണോ അതോ നാട്ടുകാരുടെ കൂടാണോ? നിന്റെ കൂടാ. പിന്നെ എടാ, പൊറുക്കാനുള്ള മനസ്സാ കാര്യം. അതുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ മാത്രം നടത്തിക്കൊണ്ടു പോകാവുന്ന ബിസിനസ്സാ ഈ ദാമ്പത്യം. എടാ, നിനക്കറിയാമോ എൻ്റെ പുള്ളിക്കാരനും പറ്റിയ ഒരബദ്ധം? ഞാനന്ന് എൻ്റെ ഇളയ ചെറുക്കൻ ജോമോനെ പ്രസവിച്ച് കിടക്കുന്ന ടൈമാണ്. അപ്പോൾ വീട്ടു സഹായത്തിന് എൻ്റെ വകയിലൊരു ബന്ധു, കൊച്ചുറാണി, കാണാൻ നല്ല ചിമിട്ട, വീട്ടിൽ വന്ന് നിന്നു. വെറും നിപ്പല്ല, കൂട്ടത്തെ തുണി എളി കുത്തി അവളങ്ങ് ഭരണം തുടങ്ങി. ഒരു ദിവസം കുളിക്കാനായിട്ട് ചാച്ചൻ കുളിമുറിയിലോട്ട് കയറിയപ്പോൾ ഒരു തുട എണ്ണയും കൊണ്ട് അവള് പിന്നാലെ. പാപ്പച്ചായോ, തലയിൽ എണ്ണ വെക്കണ്ടായോ എന്നും പറഞ്ഞു. എന്നതാടാ? എന്നാ നടന്നതെല്ലാം ചാച്ചൻ വന്ന് കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു. ഞാനൊന്നേ ചോദിച്ചോളൂ, അവളെ മനസ്സിൽ കൊണ്ട് നടക്കുമോന്ന്. ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. ആ വിശ്വാസം പുള്ളിയായിട്ട് തെറ്റിച്ചിട്ടുമില്ല. അതാ ഞാൻ പറഞ്ഞത് പൊറുക്കണം എന്ന്. ഈ പരുവത്തിലായതുകൊണ്ടാ ഇല്ലേ പിടിച്ച് കാറെ കയറ്റി കൊണ്ടുപോയി വീട്ടിലിറക്കിയിട്ട് എൻ്റെ പെണ്ണും പിള്ളേടുത്ത് ഈ കൊച്ചുറാണി കഥ പറയിപ്പിച്ചേനെ. അമ്മച്ചി, ഫോണിലൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എടാ രാജുവേ, ഈ മുതുപാതിരായിക്ക് ഒരു പെണ്ണുപിള്ള അവളെ വിളിച്ച് സംസാരിച്ച അതിതിനും വലിയ കോടാലിയാവത്തില്ലയോ? എല്ലാം ശരിയാകും മോനെ, ഇച്ചിരി ദിവസം എടുക്കുന്നേ ഉള്ളൂ. എന്റെ സങ്കടം നീ ഒന്ന് കേക്ക്. മരിച്ചവരുടെ സങ്കടം പറ. കട്ടപ്പനയില് ഞങ്ങളുടെ പള്ളിയിലെ സെമിത്തേരിയില് ചാച്ചൻ കിടക്കുന്ന കല്ലറക്കരിയില് അടങ്ങണമെന്നുള്ള എൻ്റെ മോഹത്തിനിട്ട എൻ്റെ പിള്ളേരിപ്പോ പണിയുന്നു. ഇവിടുത്തെ സെമിത്തേരി വല്ലതും കണ്ടിട്ടുണ്ടോ? എന്നാ കിടക്കനാന്നറിയാം, കണ്ട ആർക്കും ഒന്ന് ചാവാൻ തോന്നും, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാ. എടാ, മലയാളത്തിൽ ശുശ്രൂഷ കിട്ടി, അതും കണവശ്ശേരി അച്ഛൻ വന്ന് നടത്തണം. എനിക്ക് ചാച്ചൻ കിടക്കുന്ന ഇടത്ത് അങ്ങേര് ചേർന്ന മണ്ണില് ചേർന്ന് കിടക്കാന്ന് പറഞ്ഞ അവിടെ അല്ലേടാ എനിക്ക് സ്വസ്ഥത കിട്ടൂ. ഇവിടെ ഈ സായിപ്പുമാരുടെ മതാന്മാരുടെ ഇടയിൽ കിടന്ന ഞാൻ നരകിച്ച് കരയത്തേ ഉള്ളൂ. ഇപ്പൊ എങ്ങനാ അമ്മച്ചി? മക്കള് വിചാരിക്കുന്ന പോലെ നടക്കൂ? ആ തീരുമാനം മാറണം. എനിക്ക് കട്ടപ്പനയ്ക്ക് പോകണം. ജീവനോടായിരുന്നേല് ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നേനെ. മരിച്ചവർക്കുള്ള ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നീ വിചാരിച്ചാ എടുക്കാം. ഇവിടെ പൊന്നു മോനെ, വീട്ടിലേക്കുള്ള വഴി അറിയാതെ നിൽക്കുന്ന ഒരാളെ വീട്ടിലെത്തിക്കാനുള്ള മനസ്സ് നീ കാണിക്കില്ലേ? നിന്റെ അമ്മയാ ഞാനെന്ന് വിചാരിക്കടാ. അമ്മച്ചി, ഞാൻ പറയാ, ഒരു നല്ല ബിസിനസ് ഓഫർ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന ലോപ്പസിനോടോ, അല്ലെ ഈ ചടങ്ങ് കളറാക്കി അടിച്ചു പൊളിക്കാൻ നിൽക്കുന്ന അമ്മച്ചിയുടെ മക്കളോടോ? എന്റെ രാജഗോപാല, നിന്റെ മുമ്പിൽ ഒരു വഴി തെളി ഉറപ്പാ.
സ്വന്തം ഭാര്യയും പാബ്ലോ നെരോദയും കൂടെ ചേർന്ന് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ ഈ അനാഥ ജന്മത്തിനോടാണ് അമ്മച്ചി ഈ സഹായം ചോദിക്കണ. എന്റെ കാര്യത്തിൽ നീ കൂടെ നിൽക്കുകയാണെ പാറേപ്പള്ളിയാണ് സത്യം. നിന്റെ കാര്യത്തിലും നടപടിയാകും. എങ്ങനെ ഒരു വഴി പറ, ഒരു വഴി പറ, ഒരു വഴി പറ, ഒരു വഴി പറ. നീ എങ്ങനെയും പോയി അവളുടെ മുന്നിൽ മുട്ടുകാലിൽ നിന്ന് കൈകൂപ്പണം. മുട്ടുകാലിൽ നിന്ന് കൈകൂപ്പി എന്നിട്ട് വലിയ വായില് ഒരു കരച്ചില്. എന്നതാടാ ഇത്? കുറുക്കന് ഓലിയാനിടുന്ന പോലെ ഉണ്ടല്ലോ. ആത്മാർത്ഥമായിട്ട് കരയ. അത് ഞാൻ അവിടെ കരഞ്ഞോളാം, വലിയ വായി തന്നെ കരയാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവളങ്ങ് സമ്മതിക്കണം. ആ അപ്പൊ അവളെ മുട്ടുകാലി കൊണ്ട് ഒരു തൊഴി വെച്ച് തരും. ദാണ്ടെ ഇങ്ങനെ. ആരാ അണ്ണാ, നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നത്? പൊടിയാനാ? നീ എപ്പോ വന്നടാ? ഞാൻ ഇപ്പൊ വന്നു. ഇവിടെ ആരെല്ലാം ഉണ്ട്? ഇവിടെ ഇപ്പോ അണ്ണനും ഞാനും പിന്നെ അമ്മച്ചിയുണ്ട്. എന്ത് കാര്യം? ഈ അമ്മച്ചി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. എങ്ങനെ? ആ, ഇത് മുഴുവൻ അടിച്ച് തീർത്താ? ഒരു പുള്ളൊക്കെ അടിച്ച അമ്മച്ചിന്നല്ല അമ്മച്ചിയുടെ അമ്മച്ചിയായിട്ട് സംസാരിക്കുന്നൊക്കെ തോന്നും. ചുമ്മാ ഇങ്ങോട്ട് എണീറ്റ് വന്നേ, എണീക്കാൻ. അതെ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നാ താക്കോലെന്നാ പിടി. സത്യമായിട്ട് അമ്മച്ചി എന്നോട് സംസാരിച്ചു. ആ, അമ്മച്ചിയായിട്ടല്ലേ സംസാരിച്ചു? ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ കേട്ടാ. ഇവിടെ കൊച്ചു പെമ്പിളേര് സംസാരിക്കുന്നില്ല, അപ്പോഴാണ് അമ്മച്ചി സംസാരിച്ചത്. അയ്യോ.